അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഡാർവിൻ ഫിഞ്ചസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത എക്സാമ്പിളാണ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്. അഡാപ്റ്റീവ് റേഡിയേഷന് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഹാബിറ്ററ്റിൽ ഒരു ഓർഗാനിസമിൽ പുതിയ പുതിയ അഡാപ്റ്റേഷൻസ് വന്ന് അതൊരു പുതിയ ഓർഗാനിസമോ സ്പീഷീസായി മാറി എന്നുള്ളതാണ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ. സോ ഡാർവിൻ ഫിഞ്ചസ് പറഞ്ഞ പോലെ അടുത്ത എക്സാമ്പിളാണ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്. സോ ഈ ഓസ്ട്രേലിയയിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും കുറച്ച് പ്ലാസൻ്റൽ മാമൽസുമുള്ള സ്ഥലമാണ്. സോ ഓസ്ട്രേലിയയിൽ ഇറ്റ്സ് എ ഹോം ടു വെറൈറ്റി ഓഫ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്. ഒരുപാട് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും ഉണ്ട്. അതുപോലെ കുറച്ച് താരതമ്യേന ഇതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കുറവ് പ്ലാസൻ്റൽ മാമൽസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഓസ്ട്രേലിയ. സോ ഈ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർസുപ്പിയൽ റാറ്റ് ഉണ്ട്, ടൈഗർ, പിന്നെ ആൻറ്റീറ്റർ, കാറ്റ്, ബാൻഡഡ് ആൻറ്റീറ്റർ, ടാസ്മാനിയൻ വുൾഫ്, മാർസുപ്പിയൽ മോൾ, പിന്നെ കൊയല, വുംബാറ്റ്, അതുപോലെ കങ്കാരു. ഇത്ര ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് മാർസുപ്പിയൽസ് നമ്മുടെ ഓസ്ട്രേലിയയിൽ കാണുന്നുണ്ട്. ഈ എല്ലാ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ആൻസെസ്ട്രൽ സ്റ്റോക്കിൽ നിന്നാണ്. സോ അഡാപ്റ്റീവ് റേഡിയേഷൻ വഴിയാണ് ഈ പറഞ്ഞ വെറൈറ്റി ഓഫ് മാർസുപ്പിയൽസ് ഓസ്ട്രേലിയയിൽ ഫോം ചെയ്ത്. സോ നമ്മൾ പറഞ്ഞു ഇവല്യൂഷൻ ഡ്യൂ ടു അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ്റെ ഭാഗമായി ഇവല്യൂഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഓസ്ട്രേലിയയിൽ കാണുന്ന എല്ലാ മാർസുപ്പിയൽസും ഈ വെറൈറ്റി ഓഫ് മാർസുപ്പിയൽസും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കോമൺ ആൻസെസ്റ്റർ. സോ അഡാപ്റ്റീവ് റേഡിയേഷനാണ് ഈ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് മാർസുപ്പിയൽസിനെ ക്രിയേറ്റ് ചെയ്തത്. വെറൈറ്റി ഓഫ് മാർസുപ്പിയൽസ് ഓസ്ട്രേലിയയിൽ വരാൻ കാരണം എന്താണ്? അഡാപ്റ്റീവ് റേഡിയേഷൻ, ഇവല്യൂഷൻ ഡ്യൂ ടു അഡാപ്റ്റേഷൻ. സോ അതാണ് എക്സാമ്പിൾ പറയുന്നത്. ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്, ഈ മാർസുപ്പിയൽസ് ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ. ഓസ്ട്രേലിയയിലുള്ള മാർസുപ്പിയൽസ് ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിലുള്ള മാർസുപ്പിയൽസ്, വെറൈറ്റി ഓഫ് മാർസുപ്പിയൽസ് ഓസ്ട്രേലിയയിൽ കാണുന്നു. ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു കോമൺ ആൻസെസ്ട്രൽ സ്റ്റോക്ക്. ഇവരുടെയൊക്കെ ആൻസെസ്റ്റർ ഒന്നാണ്. ബൈ അഡാപ്റ്റേഷൻ. സോ അഡാപ്റ്റേഷൻ വഴി, ഇവല്യൂഷൻ ഡ്യൂ ടു അഡാപ്റ്റേഷൻ, അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇനി ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ, മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ, അതും ഐസൊലേറ്റഡ് ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ. ഐസൊലേറ്റഡ് ജിയോഗ്രാഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഹാബിറ്ററ്റുകളിലുള്ള പല പല ഹാബിറ്ററ്റ്, അത് ഡിഫറെൻറ്റ് ഹാബിറ്ററ്റ് റെപ്രസെൻറ്റിങ് ഡിഫറെൻറ്റ് ഹാബിറ്ററ്റ്. ഡിഫറെൻറ്റ് ഹാബിറ്ററ്റിൽ അതാവ് ഐസൊലേറ്റഡ് ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ നമുക്ക് ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ കാണുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺവേർജൻ്റ് ഇവല്യൂഷൻ. സോ ഒന്നിലധികം ഇവല്യൂഷൻ അല്ലെങ്കിൽ ഇവല്യൂഷണറി ഫോംസ് ഡ്യൂ ടു അഡാപ്റ്റീവ് റേഡിയേഷൻ. സോ ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഐസൊലേറ്റഡ് ജിയോഗ്രാഫിക്കൽ ഏരിയ, അതായത് ഡിഫറെൻറ്റ് ഹാബിറ്ററ്റുകളിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺവേർജൻ്റ് ഇവല്യൂഷൻ. നമ്മൾ പറഞ്ഞതാണ് കൺവേർജൻ്റ് ഇവല്യൂഷൻ അഥവാ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നു. ഇനി വേറൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇവല്യൂഷൻ ഒരേ പോലത്തെ അഡാപ്റ്റേഷൻ ഇവല്യൂഷനിൽ കാണുന്നുണ്ട്. അത് അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമിലർ ഹാബിറ്ററ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ സിമിലർ രീതിയിലുള്ള അഡാപ്റ്റേഷൻ. സോ സിമിലർ ഹാബിറ്ററ്റ് അവർക്ക് എന്ത് കാണിക്കുന്നു? സിമിലർ അഡാപ്റ്റേഷൻ ഇൻ ഓർഡർ ടു സർവൈവ്, അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ഹാബിറ്ററ്റുകളിൽ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ സിമിലർ ഹാബിറ്ററ്റ് ആണെന്നുണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് പ്ലേസുകളിൽ സിമിലർ ഹാബിറ്ററ്റുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ സിമിലർ ചേഞ്ചസ് ഉണ്ടാവും. അതായത് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഒരേപോലെയുള്ള അഡാപ്റ്റേഷൻ കാണിക്കുന്നു. അങ്ങനത്തെ ഇവല്യൂഷൻ നമ്മൾ പാരലൽ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചില മാർസുപ്പിയൽസ്, നമ്മുടെ ഓസ്ട്രേലിയയിൽ കാണുന്ന മാർസുപ്പിയൽസും അതുപോലെ പ്ലാസൻ്റൽ മാമൽസും, ഓസ്ട്രേലിയയിൽ കാണുന്ന മാർസുപ്പിയൽസും പ്ലാസൻ്റൽ മാമൽസും മറ്റു കോണ്ടിനെൻറ്റിൽ കാണുന്ന പ്ലാസൻ്റൽ മാമൽസും തമ്മിൽ ഒരുപാട് സാദൃശ്യം അഥവാ സിമിലാരിറ്റി കാണപ്പെടുന്നു. ഇത് പറയുന്നത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞത് മറ്റ് കോണ്ടിനെൻറ്റുകളിൽ നിന്ന് ഒരു 50 മില്യൺ ഇയേഴ്സ് എഗോ സെപ്പറേറ്റ് ചെയ്തതാണ്. അന്റാർട്ടിക്കയിൽ നിന്ന് ഓസ്ട്രേലിയ സെപ്പറേറ്റ് ചെയ്ത, മറ്റ് കോണ്ടിനെൻറ്റുകളിൽ നിന്ന് ഓസ്ട്രേലിയ സെപ്പറേറ്റ് ചെയ്തതാണ്. സോ ഒരുപക്ഷെ മോസ്റ്റ് പ്രോബബിളി ഈ മാർസുപ്പിയൽസ് ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ടാവാം. സെപ്പറേഷന് മുമ്പ്, അന്റാർട്ടിക്കയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ മാർസുപ്പിയൽസ് ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് ഇവല്യൂഷൻ സംഭവിച്ചിരിക്കാം. ഇതിനേക്കാൾ മുമ്പായിട്ട്, പ്ലാസൻ്റൽ മാമൽസിനേക്കാൾ മുമ്പായിട്ട് ഓസ്ട്രേലിയയിലെത്തി സെപ്പറേഷന് മുമ്പായിട്ട് ഇവല്യൂഷൻ സംഭവിച്ചിട്ടായിരിക്കും ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് മാർസുപ്പിയൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുണ്ടാവാം.
അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് മാർസുപ്പിയൽസ് ഓഫ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മാർസുപ്പിയൽസും അതുപോലെ പ്ലാസെൻ്റൽ മാമൽസ് എവിടെയുള്ളത്? ലിവ് ഇൻ സിമിലർ ഹാബിറ്ററ്റ് ഓഫ് അതർ കോണ്ടിനെൻറ്റ്. മറ്റു കോണ്ടിനെൻറ്റിൽ കാണപ്പെടുന്ന പ്ലാസെൻ്റൽ മാമൽസും ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മാർസുപ്പിയൽസും തമ്മിൽ ഒരുപാട് സാദൃശ്യം അല്ലെങ്കിൽ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ റിസംബ്ലൻസ് കാണുന്നു. സോ പ്ലാസെൻ്റൽ മാമൽസ് മറ്റു കോണ്ടിനെൻറ്റിലുള്ളവർ അവരും അതുപോലെ ഓസ്ട്രേലിയയിൽ കാണുന്ന മാർസുപ്പിയൽസ് തമ്മിൽ ഒരുപാട് സാദൃശ്യം അല്ലെങ്കിൽ റിസംബ്ലൻസ് കാണുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദീസ് ടു ഗ്രൂപ്പ്സ്, ഏത് ഗ്രൂപ്പ്? ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും മറ്റു കോണ്ടിനെൻറ്റിൽ കാണപ്പെടുന്ന പ്ലാസെൻ്റൽ മാമൽസും, ഈ രണ്ട് ഗ്രൂപ്പുകാരും ബിക്കെയിം മോർ എലൈക്ക്, ഒരുപോലെ വരാൻ കാരണം ബിക്കോസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷനാണ് ഇവരെ ഒരുപോലെയാക്കാൻ കാരണം. ഒരേപോലത്തെ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് അവരിൽ വരാൻ കാരണം എന്താണ്? നാച്ചുറൽ സെലക്ഷനാണ്. നാച്ചുറൽ സെലക്ഷൻ എന്ത് ചെയ്തു? നാച്ചുറൽ സെലക്ഷൻ ഫേവേർഡ് സിമിലർ ചേഞ്ചസ്, ഒരേപോലത്തെ ചേഞ്ചസ് അവരിലുണ്ടാക്കി. ഫോർ സർവൈവൽ, സർവൈവ് ചെയ്യാൻ വേണ്ടി ഇൻ സിമിലർ ഹാബിറ്ററ്റ്, ഒരേപോലത്തെ ഹാബിറ്ററ്റുകളിൽ. ഡിഫറെൻ്റ് ഏരിയ ആണ് ഇത്. വേറെ കോണ്ടിനെൻറ്റിലാണ് നമ്മുടെ പ്ലാസെൻ്റൽ മാമൽസ് ഉള്ളത്, ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് ഉള്ളത്. ഇവർ രണ്ടുപേരും രണ്ട് കോണ്ടിനെൻസിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്. ഓസ്ട്രേലിയ മറ്റു കോണ്ടിനെൻസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൂടി എന്താണ് സംഭവിക്കുന്നത്? ഈ രണ്ടു പേർക്കും സിമിലർ ഹാബിറ്ററ്റാണ് അവിടെ രണ്ട് സ്ഥലത്തും കിടക്കുന്നത്. ആ സിമിലർ ഹാബിറ്ററ്റ് അവരുടെ ബോഡിയിൽ സിമിലർ ചേഞ്ചസ്, അത് കാരണം സിമിലർ രീതിയിലുള്ള അഡാപ്റ്റേഷൻ വന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ സാദൃശ്യം വന്നത്. അതാണ് പറയുന്നത് ഈ രണ്ട് ഗ്രൂപ്പും, ഓസ്ട്രേലിയയിലെ മാർസുപ്പിയൽസും നമ്മുടെ പ്ലാസെൻ്റൽ മാമൽസും, എവിടെ? മറ്റു കോണ്ടിനെൻറ്റിലുള്ള പ്ലാസെൻ്റൽ മാമൽസും ഓസ്ട്രേലിയയിലുള്ള മാർസുപ്പിയൽസും ഇവോൾഡ് പാരലലി, ഒരേപോലെ അവർക്ക് ഇവല്യൂഷൻ, സിമിലർ വേയിൽ ഒരേപോലെ അവർക്ക് പാരലായിട്ട് ഇവല്യൂഷൻ സംഭവിച്ചു. അതുകൊണ്ട് സിമിലർ ഹാബിറ്ററ്റ് രണ്ട് സ്ഥലങ്ങളിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ അവരിൽ എന്തുണ്ടാവും? സിമിലർ ചേഞ്ചസ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സിമിലർ രീതിയിൽ അവർ അഡാപ്റ്റ് ചെയ്യും. സോ സിമിലർ ഫോമിലുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് സിമിലർ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടാകുന്നു. കാരണം അവർ സിമിലർ ഹാബിറ്ററ്റാണ്. ഈവൻ രണ്ട് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റിലാണെങ്കിൽ കൂടി അവർക്ക് ഒരേപോലത്തെ ഹാബിറ്ററ്റാണ് രണ്ട് സ്ഥലത്തും. അപ്പോൾ അവരുടെ ബോഡിയിൽ സിമിലർ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ സിമിലർ ചേഞ്ചസ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഒരേ രീതിയിൽ ഇവർ പാരലലി എന്ത് ചെയ്ത് ഇവല്യൂഷൻ, അതാണ് പാരലൽ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ എല്ലാ ബയോജിയോഗ്രാഫിക്കൽ എവിഡൻസും, ബയോളജിക്കലായിട്ടും ജിയോഗ്രാഫിക്കലായിട്ടുള്ള എവിഡൻസുകളും കാണിക്കുന്നത് എന്താണ്? എല്ലാ ഓർഗാനിസം, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ അഡാപ്റ്റീവ് റേഡിയേഷനിൽ പറഞ്ഞ ഡാർവിൻ ഫിഞ്ചസും അതുപോലെ നമ്മുടെ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർസുപ്പിയൽസും അതുപോലെ നമ്മുടെ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും പ്ലാസെൻ്റൽ മാമൽസും എല്ലാ ഓർഗാനിസം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ്. അതാണ് ബയോജിയോഗ്രാഫിക്കൽ എവിഡൻസ് കാണിക്കുന്നത്. സോ ബയോജിയോഗ്രാഫിക്കൽ എവിഡൻസ് പറയുന്നത് എല്ലാ ഓർഗാനിസവും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഓസ്ട്രേലിയയുടെ മാർസുപ്പിയൽസും അതുപോലെ തന്നെ മറ്റു കോണ്ടിനെൻറ്റിൽ കാണുന്ന പ്ലാസെൻ്റൽ മാമൽസിനും ഒരേ രീതിയിലുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ്, സിമിലർ ചേഞ്ചസ് സിമിലർ ഹാബിറ്ററ്റിൽ വരാൻ കാരണം. ഇവരിലെല്ലാം ഒറിജിൻ ഒരു കോമൺ ആൻസസ്റ്റർ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രേലിയയിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് മാർസുപ്പിയൽസും വരാൻ കാരണം ഇവരുടെയൊക്കെ കോമൺ ആൻസസ്റ്റർ ഒന്ന് തന്നെയാണ്. സോ ഇവല്യൂഷൻ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് നമ്മളതിന് പറയുന്നത് അഡാപ്റ്റീവ് റേഡിയേഷൻ, ഇവല്യൂഷൻ ഡ്യൂ ടു അഡാപ്റ്റേഷൻ. നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള മാർസുപ്പിയൽസിൻ്റെ അഡാപ്റ്റീവ് റേഡിയേഷനാണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്പ് മാർസുപ്പിയൽസ് ഉണ്ടായത്? സോ ഈ മാർസുപ്പിയൽസിൻ്റെ കോമൺ ആൻസസ്റ്ററാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതോ ഒരു കോമൺ ആൻസസ്റ്ററായിട്ടുള്ള മാർസുപ്പിയൽ ഓസ്ട്രേലിയയിൽ അത് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ റേഡിയേറ്റ് ചെയ്തു. അവരുടെ നീഡ് അനുസരിച്ച് അവരെന്ത് ചെയ്തു? ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ റേഡിയേറ്റ് ചെയ്ത് പലതരത്തിലുള്ള മാർസുപ്പിയൽസായിട്ട് മാറി. ഈ എല്ലാ തരത്തിലുള്ള മാർസുപ്പിയൽസിൻ്റെയും ആൻസസ്റ്റർ ഒന്ന് തന്നെയാണ്. സോ മാർസുപ്പിയൽ റേഡിയേറ്റ് ചെയ്തിട്ട് പലതരത്തിലുള്ള മാർസുപ്പിയൽസായിട്ട് മാറി. സോ കോമൺ ആൻസസ്റ്ററിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ടൈഗർ കാറ്റ്, ബാൻഡഡ് ആൻഡ് ഈറ്റർ, മാർസുപ്പിയൽ റാറ്റ്, കങ്കാരു, വൂംബാറ്റ്, ബാൻഡിക്കൂട്ട്, കോയില, മാർസുപ്പിയൽ മോൾ, ഷുഗർ ഗ്ലൈഡർ, ടാസ്മാനിയൻ വുൾഫ്, എല്ലാ മാർസുപ്പിയൽസും ഒറിജിനേറ്റ് ചെയ്തത് ഒരു കോമൺ ആൻസസ്റ്ററായ മാർസുപ്പിയൽ ഓസ്ട്രേലിയയിൽ. സോ ഇവിടെ പറയുന്നത് ഈ പറഞ്ഞ എല്ലാ മാർസുപ്പിയൽസിൻ്റെയും ഇവല്യൂഷൻ ഡ്യൂ ടു
അഡാപ്റ്റേഷൻ. ഇവർക്ക് ഇവരുടെ നീഡ് അനുസരിച്ച് ഇവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി അഡാപ്റ്റേഷൻ്റെ ഫലമായാണ് ഇത്രയും ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് മാർസുപ്പിയൽസ് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് അറൈസ് ചെയ്ത്. അതാണ് ഇവല്യൂഷൻ ഡ്യൂ ടു അഡാപ്റ്റേഷൻ. അതാണ് പറയുന്നത് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇതാണ് നമ്മൾ പറഞ്ഞ പ്ലാസെൻ്റൽ മാമൽസും ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും ഒരേപോലെ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്. രണ്ടുപേരും ഇപ്പം ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും വേറെ കോണ്ടിനെൻറ്റിലുള്ള പ്ലാസെൻ്റൽ മാമൽസും, ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് ആൻഡ് പ്ലാസെൻ്റൽ മാമൽസ് രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ഒരേ സിമിലർ ഹാബിറ്ററ്റ് വന്നപ്പോൾ ഒരേ രീതിയിലുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് വന്ന് ഒരേ തരത്തിൽ അവർ ഇവോൾവ് ചെയ്ത് വന്നു. സോ അങ്ങനെ ഒരേ സമയം സിമിലർ ഹാബിറ്ററ്റുകളിൽ രണ്ട് ഡിഫറെൻറ്റ് പ്ലേസുകളിൽ ഇവോൾവ് ചെയ്യുന്നതിനെ നമ്മൾ പറഞ്ഞ കൺവേർജൻ്റ് ഇവല്യൂഷൻ അഥവാ പാരലൽ ഇവല്യൂഷൻ. സോ നമ്മുടെ മോൾ പ്ലാസെൻ്റൽ മാമൽസ്, അതുപോലെ നമ്മുടെ മാർസുപ്പിയൽ മോൾ. സോ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് ഇവോൾവ് ചെയ്ത് വന്ന പോലെ തന്നെ നമ്മുടെ പ്ലാസെൻ്റൽ മാമൽസ് സിമിലർ ഹാബിറ്ററ്റിൽ അതുപോലെ തന്നെ ഇവോൾവ് ചെയ്യുന്നു. കൺവേർജൻ്റ് ഇവല്യൂഷൻ അല്ലെങ്കിൽ പാരലൽ ഇവല്യൂഷൻ. അതുപോലെ നംബാറ്റ് ഓർ ആൻറ്റീറ്ററിന് അതേപോലെ പാരലായിട്ട് കൺവേർജൻ്റ് ആയിട്ട് ഇവല്യൂഷൻ സംഭവിച്ചത് ഇവിടെ പ്ലാസെൻ്റൽ മാമൽസിലെ ആൻറ്റീറ്റർ. അതുപോലെ മാർസുപ്പിയൽ മൗസ്, സ്പോട്ടഡ് കസ്കസ് ലെമർ, ഫ്ലൈയിങ് ഫലഞ്ചർ, ഫ്ലൈയിങ് സ്ക്വിരൽ, ടാസ്മാനിയൻ ടൈഗർ കാറ്റ്, ബോബ് കാറ്റ്, ടാസ്മാനിയൻ വുൾഫ് ആൻഡ് വുൾഫ്. ഇപ്പോൾ ടാസ്മാനിയൻ വുൾഫ് ആൻഡ് വുൾഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെല്ലാം ഇവരൊക്കെ ഒരേപോലെ പാരലലി അല്ലെങ്കിൽ കൺവേർജൻ്റ് ആയിട്ട് ഇവല്യൂഷൻ സംഭവിച്ചവരാണ്. ഡിഫറെൻ്റ് ഏരിയയിലാണെങ്കിലും സിമിലർ ഹാബിറ്ററ്റ് വന്നപ്പോൾ അവർ ഒരേപോലെ ഇവോൾവ് ചെയ്തു വന്നു. സിമിലർ ചേഞ്ചസ് അവരുടെ ബോഡിയിലുണ്ടായി, ഒരേപോലെ അവർക്ക് അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് വന്നു. സോ ഒരുപോലത്തെ ഇവല്യൂഷൻ അവർ രണ്ട് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസിനും പ്ലാസെൻ്റൽ മാമൽസിനും ഒരുപോലത്തെ എന്താ പറയുക ഇവല്യൂഷൻ സംഭവിച്ചു. അതാണ് പാരലൽ ഇവല്യൂഷൻ അഥവാ കൺവേർജൻ്റ് ഇവല്യൂഷൻ. ഈ പ്ലാസെൻ്റൽ മാമൽസ് ഇതുപോലെ ഇവോൾവ് ചെയ്തു വന്നു, അതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് വന്നു. രണ്ടും നമുക്ക് പാരലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ഹാബിറ്ററ്റിലായതുകൊണ്ട് ഇവർക്ക് ഒരേപോലത്തെ ചേഞ്ചസ് വന്നു, ഒരേപോലെ അഡാപ്റ്റ് ചെയ്ത് ഇവർ ഒരേപോലെ ഇവോൾവ് ചെയ്ത് വന്നു എന്ന് കാണാം. കൺവേർജൻ്റ് ഇവല്യൂഷൻ അഥവാ പാരലൽ ഇവല്യൂഷൻ.